Welcome all. Today we are going to see about the flowchart. In the last video we have seen about algorithms, and flowchart is the visual representation of the algorithm. Also the flowchart definition can be set like this. A flowchart is a diagrammatic representation of the logic for solving a particular task or a problem. So we can represent the particular problem or a task, the solution of the particular problem or a task as a diagrammatical way. So we need to have different boxes of different shapes for that. And flowchart is, in order to draw the flowchart, we have different boxes of different shapes, and those boxes are joined with the help of lines to indicate the flow of control. Okay. So now we will see the different shapes or different boxes available to draw the flowchart. First is the arrowhead. So arrowhead is the corresponding shape in order to represent the flow of control. That is, from one shape to another shape, we need to have the flow of control. So control flow കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഷേപ്പാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ആരോ ഹെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോ മാർക്ക്. Okay, so next is rectangle symbol with a rounded ends. Rectangle symbol with a rounded ends എന്ന് പറയുമ്പോൾ that is also known as the terminal symbol എന്നും പറയും. ടെർമിനൽ സിമ്പലിന്റെ പർപ്പസ് നമ്മുടെ ഒരു അൽഗോരിതത്തിന്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോ ചാർട്ടിനകത്ത് സ്റ്റാർട്ടും സ്റ്റോപ്പും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പലാണ്. സ്റ്റാർട്ടും സ്റ്റോപ്പും മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറ്, നോർമലി യൂസ് ചെയ്യാറ്. സോ ടെർമിനൽ സിമ്പൽ എന്ന് പറയും. നെക്സ്റ്റ് റെക്ടാങ്കിൾ സിമ്പിൾ ആണ്. റെക്ടാങ്കിൾ സിമ്പിൾ നമ്മുടെ പ്രോസസ് സിമ്പിൾ എന്ന് പറയും. പ്രോസസ് സിമ്പിളിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്സും നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഓപ്പറേഷൻസ് ആയിരിക്കും മെയിൻലി. ഓക്കെ, കമ്പ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ്, അങ്ങനെയുള്ള കമ്പ്യൂട്ടേഷൻസ്, കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട്, ഇനീഷ്യലൈസേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റെക്ടാങ്കിൾ ബോക്സ് യൂസ് ചെയ്യാം. സോ പ്രോസസ് സിമ്പൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഡയമണ്ട് ഷേപ്ഡ് ബോക്സ് ആണ്. അതായത് ഡിസിഷൻ മേക്കിംഗ് സിമ്പൽ ആണ്. ഡിസിഷൻ മേക്കിംഗ് സിമ്പലിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണം. അപ്പം ആ ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോഴത്തേ ആ ഡിസിഷൻ ട്രൂ ആവാം, ഫോൾസ് ആവാം. സോ ട്രൂ ആവുന്നതനുസരിച്ച് ഒരു പാത്ത് ഫോളോ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ വേറൊരു പാത്ത് ഫോളോ ചെയ്യും. അപ്പം നമുക്ക് കണ്ടീഷൻ നമുക്ക് ഈ ബോക്സിനകത്ത് മെൻഷൻ ചെയ്യാം. സോ കണ്ടീഷൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാത്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ വേറൊരു പാത്ത്, ഈ താഴേക്കുള്ള പാത്ത് സെലക്ട് ചെയ്യാം. അങ്ങനെ ട്രൂ ആണെങ്കിൽ ഒരു പാത്ത്, ഫോൾസ് ആണെങ്കിൽ വേറൊരു പാത്ത്, അതിനനുസരിച്ച് ഓരോ സ്റ്റേറ്റ്മെന്റ്സ്, അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. ഫോൾസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. സോ അങ്ങനെ രണ്ട് പാത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോക്സ് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ സിമ്പിൾ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ സിമ്പിൾ എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം ഷേപ്ഡ് സിമ്പിൾ ആണ്. പാരലോഗ്രാം ഷേപ്ഡ് സിമ്പിളിന് പറയുന്ന പേര് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ സിമ്പിൾ എന്നാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ സിമ്പിളിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്യാനും, അത് യൂസറിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യാനും, അതുപോലെ യൂസറിന് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഈ സിമ്പിളിനകത്ത് നമ്മൾ നോർമലി എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട്സ് റീഡ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഔട്ട്പുട്ട്സ് പ്രിന്റ് ചെയ്യുന്ന കാര്യങ്ങളും ആയിരിക്കും മെൻഷൻ ചെയ്യാറ്. അടുത്ത സിമ്പിളാണ് അനോട്ടേഷൻ അല്ലെങ്കിൽ കമന്റ് സിമ്പിൾ എന്ന് പറയും. സോ അനോട്ടേഷൻ ഓഫ് കമന്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് പറയുന്ന പോലെ കമന്റ്സ്, നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പിനകത്തുള്ള കാര്യങ്ങൾ എന്താ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ, ഒരു റെക്ടാങ്കിൾ നമുക്കുണ്ട്, ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഒരു റെക്ടാങ്കിൾ സിമ്പിൾ നമുക്കുണ്ട്. ആ സിമ്പിൾ എന്താണെന്ന് നമുക്ക് കമന്റ് അതിനെപ്പറ്റി ഒരു റൈറ്റപ്പ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കമന്റ് സിമ്പിൾ അല്ലെങ്കിൽ അനോട്ടേഷൻ സിമ്പിൾ യൂസ് ചെയ്യാം. സോ ആ സിമ്പിൾ, ആ റെക്ടാങ്കിൾ സിമ്പിളിനോട് ഈ സിമ്പിൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെ നമുക്ക് അതിൻ്റെ എന്താണ് ആ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ സിമ്പിളിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കണ്ടന്റ് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ടൈറ്റപ്പ് കൊടുക്കാം. ഓക്കെ, അതാണ് അനോട്ടേഷൻ ഓർ കമന്റ് സിമ്പിൾ. അതുപോലെ പ്രീ ഡിഫൈൻഡ് പ്രോസസ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ യൂസ് ചെയ്യാറുള്ള, അതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രോസസ്സ് നമ്മളുടെ അൽഗോരിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോ ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് പർട്ടിക്കുലർ സിമ്പിൾ ആൻഡ് മെൻഷൻ ദ പ്രോസസ് ഹിയർ. ആ പ്രോസസ്സ് ഏതാണെന്ന് ഇവിടെ എഴുതി കൊടുക്കുക. സോ ഓൾറെഡി അത് ഡിഫൈൻഡ് ആണ്, അത് നമ്മൾ വീണ്ടും ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുള്ള ഡിഫൈൻഡ് ആണ്, അത് നമ്മളിവിടെ യൂസ് ചെയ്താൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ സിമ്പിൾ കൊടുക്കുകയാണെങ്കിൽ. ഇതൊരു റെക്ടാങ്കിൾ സിമ്പിൾ തന്നെയാണ്, ബട്ട് രണ്ട് എൻഡിലും ഒരു എക്സ്ട്രാ ലൈൻ കൂടി വരുന്നുണ്ട്. ഓക്കെ, ഡബിൾ സ്ട്രൈപ്സ് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് സിമ്പിൾ ഈസ് ഓൺ പേജ്
കണക്ടറാണ്. ഓൺ പേജ് കണക്ടറും ഓഫ് പേജ് കണക്ടറും ഉണ്ട്. സിമ്പിൾസ് വ്യത്യാസമുണ്ട്. ഓൺ പേജ് കണക്ടർ എന്ന് വെച്ചാൽ സെയിം പേജിൽ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലോ ചാർട്ടിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വരയ്ക്കണം. ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ആയി പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് സെയിം പേജിൽ തന്നെ ഒന്ന് മാറ്റി വരയ്ക്കണം ഒരു പോർഷൻ. ഇപ്പം മിക്കവാറും ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഈ ഡയമണ്ട് ഷേപ്ഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ചില പോയിന്റ്സ് ഒന്ന് മാറ്റി ഒന്ന് വേറെ സ്പേസ് ഉള്ള ഒരു നമ്മുടെ പേജിലെ സ്ഥലത്തേക്ക് തന്നെ മാറ്റി വരയ്ക്കുവാണെങ്കിൽ കൺവീനിയന്റ് ആയിരിക്കും. സോ അങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഓൺ പേജ് കണക്ടർ. സോ ഈ ഓൺ പേജ് കണക്ടർ എന്ന് പറഞ്ഞാൽ സർക്കിൾ സിമ്പിളാണ്. ഈ സർക്കിൾ സിമ്പിളിനകത്ത് നമുക്ക് ലേബൽ ചെയ്യാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ലേബൽ ചെയ്യുവാണെങ്കിൽ എ എന്ന് പറഞ്ഞ് ഞാൻ എവിടെയാണോ ലേബൽ എൻഡ് ചെയ്യുന്നത്, ഇപ്പം ഒരു ഫ്ലോ ചാർട്ട് ഞാനിങ്ങനെ വരച്ച് വരുവാണ്. അപ്പം ഞാനിങ്ങനെ വരച്ച് വരുമ്പോഴത്തേ എനിക്ക് ഇവിടെ വെച്ച് ഒരു സിമ്പിൾ ഞാൻ കഴിഞ്ഞു, അത് ഇതിൻ്റെ അടുത്ത സിമ്പിൾ ഇവിടെ വരയ്ക്കാൻ സ്ഥലമില്ല എനിക്ക്. അപ്പോൾ ഇച്ചിരി മാറ്റി പേജിൽ മാറ്റി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ കൊടുക്കുക, സർക്കിളിനകത്ത് എ എന്നും പറഞ്ഞ് കൊടുക്കുക. സോ ഓൺ പേജ് കണക്ടർ നമ്മൾ ഓൺ പേജ് കണക്ടർ കൊടുത്തിട്ട് പിന്നെ എവിടെയാണ് നമുക്ക് മാറ്റി വരയ്ക്കേണ്ടത് ആ പൊസിഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വീണ്ടും ഈ സർക്കിൾ ഇട്ടിട്ട് സർക്കിൾ സിമ്പിൾ കൊടുത്തിട്ട് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി വരയ്ക്കാവുന്നതാണ് സെയിം പേജിൽ തന്നെ. ഓക്കെ, സോ അതാണ് ഓൺ പേജ് കണക്ടർ. ഓഫ് പേജ് കണക്ടർ എന്ന് പറയുമ്പോൾ ഒരു പേജിൽ നമുക്ക് തീരത്തില്ല നമ്മുടെ ഫ്ലോ ചാർട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിലാണ് ഓഫ് പേജ് കണക്ടർ യൂസ് ചെയ്യുന്നത്. അവിടെ ഈ സിമ്പിൾ ഇങ്ങനെയാണ് വരുന്നത്. സോ ഈ സിമ്പിളിനകത്ത് നമ്മൾ ഒരു ലേബൽ പ്രൊവൈഡ് ചെയ്യും. നോർമലി ഇപ്പോൾ എ ബി സി ഞാൻ ഇവിടെ എ എന്ന് കൊടുത്ത പോലെ തന്നെ ഇവിടെ നമുക്കൊരു ലേബൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പം ആ A1 എന്ന് പറഞ്ഞ ലേബൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ലേബൽ തന്നെയായിരിക്കണം അടുത്ത പേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാലാണ് ഇതിൻ്റെ കണ്ടിന്യൂസ് ആണ് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഉള്ളതാണ് ഈ ഓഫ് പേജ് കണക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. ഇതിനകത്ത് ആദ്യത്തെ 5 എണ്ണമാണ് നമ്മൾ മെയിനായിട്ട് നമ്മളുടെ അൽഗോരിതത്തിലൊക്കെ ഫ്രീക്വൻ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി അടുത്ത് നമ്മൾ ഈ അൽഗോരിതം പറഞ്ഞപ്പോഴത്തേക്കും കൺട്രോൾ സ്ട്രക്ചേഴ്സ് പറഞ്ഞു. അപ്പോൾ ഫ്ലോ ചാർട്ടിൻ്റെ കേസിലും ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആപ്ലിക്കബിൾ ആണ്. സോ ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സിലുള്ള എല്ലാ ഫ്ലോ ചാർട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചർ ആണ്. സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ട് ഇങ്ങനെ വരും, 1 by 1 സ്റ്റേറ്റ്മെന്റ് ആഫ്റ്റർ അതർ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആ ഒരു ഓർഡറിലായിരിക്കും സ്റ്റേറ്റ്മെന്റ് 1, ദെൻ സ്റ്റേറ്റ്മെന്റ് 2, ഓരോ സെയിം സീക്വൻഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് 3 ആ രീതിയിൽ നമുക്ക് സീക്വൻഷ്യൽ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചറിലുള്ള ഫ്ലോ ചാർട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. അടുത്തത് കണ്ടീഷണൽ ഫ്ലോ ചാർട്ടാണ്. കണ്ടീഷണൽ അല്ലെങ്കിൽ സെലക്ഷൻ ഫ്ലോ ചാർട്ട് എന്ന് പറയും. ഇപ്പോൾ ഒരു കണ്ടീഷൻ ബേസ് ചെയ്ത് അപ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ യൂസ് ചെയ്യാം. ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് കണ്ടീഷൻ എസ് ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ നോ ആണെങ്കിൽ വേറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഈ രീതിയിൽ കണ്ടീഷണൽ ഫ്ലോ ചാർട്ടും ഡ്രോ ചെയ്യാം. അടുത്തത് ഐറ്ററേറ്റീവ് ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ഫ്ലോ ചാർട്ടാണ്. സോ അതിനകത്ത് നമുക്കൊരു കണ്ടീഷൻ ഉണ്ടാകും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും കണ്ടീഷൻ ഫോൾസ് ആയോ എന്നുള്ളത്. കണ്ടീഷൻ ഫോൾസ് ആകുന്നവരെ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ അതാണ് റിപ്പീറ്റേറ്റീവ് ഫ്ലോ ചാർട്ടിനകത്ത് വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഈ കണ്ടീഷൻ എപ്പോഴാണ് ഫോൾസ് ആവുന്നത്, അപ്പം ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകത്തില്ല, നേരെ നെക്സ്റ്റ് എന്താണോ പിന്നെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ടേക്ക് പോകുന്നു. സോ അതാണ് ഐറ്ററേറ്റീവ് ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഐറ്ററേറ്റീവ് കൺട്രോൾ സ്ട്രക്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഫ്ലോ ചാർട്ടാണ്. സോ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അൽഗോരിതത്തിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ ഓർക്കുക. അൽഗോരിതം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഫ്ലോ ചാർട്ട് ഡ്രോ ചെയ്യാൻ എളുപ്പമാണ്. സോ 2 ഇൻപുട്ട് നമ്പേഴ്സ് റീഡ് ചെയ്യണം, എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് പ്രിന്റ് ചെയ്യുക നമുക്ക് ചെയ്യേണ്ടത്. സോ വി ക്യാൻ സി ഹൗ ഇറ്റ് ക്യാൻ ബി ഡ്രോൺ. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടും സ്റ്റോപ്പും നമ്മൾ പറഞ്ഞു ഈ ഒരു ടെർമിനൽ സിമ്പിളാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ടെർമിനൽ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാംഗിൾ സിമ്പിൾ വിത്ത് റൗണ്ടഡ് എൻഡ്സ്. സോ അതിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് 2 നമ്പർ റീഡ് ചെയ്യണം. സോ റീഡ് ചെയ്യാനുള്ള ഇൻപുട്ട് റീഡ് ചെയ്യുന്നു, ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നത് എപ്പോഴും ഓർക്കുക. അത് പാരലോഗ്രാം സിമ്പിൾ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ സിമ്പിളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ സിമ്പിൾ അതാണ് പാരലോഗ്രാം ഷേപ്പാണ്. പാരലോഗ്രാം ഷേപ്പിൽ നമ്മൾ കൊടുക്കുകയാണ്. റീഡ് AB എന്ന് കൊടുക്കുന്നു. ദെൻ അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓപ്പറേഷനാണ്, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ്. അതൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ ആയതുകൊണ്ട് അത് എപ്പോഴും റെക്ടാംഗിൾ ബോക്സിൽ വേണം കൊടുക്കാനായിട്ട്. റെക്ടാംഗിൾ ഉദ്ദേശിക്കുന്ന പ്രോസസ് സിമ്പിളാണ്. സോ പ്രോസസ് സിമ്പിളിനകത്ത് കൊടുക്കുന്നു C = A × B എന്ന് കൊടുത്തു. ദെൻ C നമുക്കിനി എന്താ ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യുക. പ്രിന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പാരലോഗ്രാം സിമ്പിളിൽ കൊടുക്കുക. ദാറ്റ് ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് സിമ്പിളാണ് അതിൽ കൊടുക്കുക. സോ പ്രിന്റ് C എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം സിമ്പിളിൽ കൊടുത്തു, സ്റ്റോപ്പ് ചെയ്തു. സോ ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പ്രോഗ്രാമിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം നമ്മൾ കണ്ട ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചറിന് എക്സാമ്പിളാണ്.
ഓക്കെ, ഇനി നമ്മൾ ഈ കാണുന്ന ഫ്ലോ ചാർട്ടും ആവറേജ് ഓഫ് 3 നമ്പേഴ്സിന്റെ ഫ്ലോ ചാർട്ടും ഏതിന് എക്സാമ്പിൾ ആണ്? സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചറിന് തന്നെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി അൽഗോരിതം കണ്ടായിരുന്നു. അൽഗോരിതത്തിൽ അറിയാം. അപ്പോൾ അൽഗോരിതത്തിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡ്രോ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, വി വിൽ സി ഹൗ ഇറ്റ് ക്യാൻ ബി ഡൺ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ അറിയാവുന്ന പോലെ നമ്മൾ റെക്ടാങ്കിൾ വിത്ത് റൗണ്ടഡ് എൻഡ്സ്, ദാറ്റ് ഈസ് ടെർമിനൽ സിമ്പലിലാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടും സ്റ്റോപ്പും. സോ നെക്സ്റ്റ് നമുക്ക് 3 നമ്പർ ഇവിടെ റീഡ് ചെയ്യാനുള്ളത് പാരലോഗ്രാം സിമ്പൽ റീഡ് നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ദെൻ ഓപ്പറേഷൻ ആണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്. സം കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ അതിനെ റെക്ടാങ്കിൾ സിമ്പലിൽ കൊടുക്കുക. സം ഈസ് ഈക്വൽ നമ്പർ 1 പ്ലസ് നമ്പർ 2 പ്ലസ് നമ്പർ 3. പിന്നെ നമുക്ക് അതിന്റെ ആവറേജ് കാണണം. സോ നമ്പർ ഡിവൈഡ് ബൈ 3 ചെയ്യാം. സം ഡിവൈഡ് ബൈ 3 ചെയ്യാം. സോ ഇത് രണ്ടും റെക്ടാങ്കിൾ ബോക്സിൽ തന്നെയാണ് കൊടുക്കുന്നത്. കാരണം നമുക്കൊരു കാൽക്കുലേഷൻ ആണ് അവിടെ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് റെക്ടാങ്കിൾ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ യു ക്യാൻ കമ്പൈൻ ഇറ്റ് ഇൻ ടു എ സിംഗിൾ റെക്ടാങ്കിൾ ഓൾസോ. ഓക്കെ, ബിക്കോസ് കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ഓപ്പറേഷൻസ് ആയതുകൊണ്ടും അത് രണ്ടും കമ്പ്യൂട്ടേഷൻസ് ആയതുകൊണ്ട് നമുക്ക് സിംഗിൾ റെക്ടാങ്കിളും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആവറേജ് പ്രിന്റ് ചെയ്യാം. അത് നമ്മൾ പാരലോഗ്രാം ഷേപ്പിൽ കൊടുക്കണം. ദാറ്റ് ഈസ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് സിമ്പലിൽ കൊടുക്കുക. ഓക്കെ, ആവറേജ് ഡിസ്പ്ലേ ചെയ്യുന്നു, ദെൻ സ്റ്റോപ്പ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദിസ് സീക്വൻഷ്യൽ ഫ്ലോ ചാർട്ട് വർക്ക്സ്. നെക്സ്റ്റ് ഈസ് മാക്സിമം ബിറ്റ്വീൻ 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിന്റെ ലാർജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇത് നിങ്ങൾക്കറിയാം, മാക്സിമം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്, അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യേണ്ടത്. സോ ഇത് കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചർ എക്സാമ്പിൾ ആണ്. കണ്ടീഷണൽ ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ ഡ്രോ ചെയ്യേണ്ടത്. സോ വി നീഡ് ടു ഗോ വിത്ത് ദ ഡിസിഷൻ മേക്കിംഗ് സിമ്പൽ ഓൾസോ. വി വിൽ സി ഹൗ ഇറ്റ് ഈസ് ഡ്രോൺ. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ നമ്പർ 2 നമ്പർ റീഡ് ചെയ്യണം. പാരലോഗ്രാം ഷേപ്പാണ്, ഓർക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് സിമ്പലിന് നമ്മൾ യൂസ് ചെയ്യുന്ന പാരലോഗ്രാം ഷേപ്പാണ്. റീഡ് ഇൻപുട്ട് നമ്പർ 1, നമ്പർ 2. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് മാറിപ്പോകുന്ന ഈ പാരലോഗ്രാമും റെക്ടാങ്കിളും തമ്മിലാണ്. അപ്പോൾ ഓർക്കുക, പാരലോഗ്രാം സിമ്പൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും വേണ്ടിയിട്ടാണ്. റെക്ടാങ്കിൾ സിമ്പൽ യൂസ് ചെയ്യുന്നത് ഓപ്പറേഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും അസൈൻമെന്റ് ഓപ്പറേഷൻസ് ആവാം, കാൽക്കുലേഷൻസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്പയർ ചെയ്യുവാണ് ഇഫ് നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആണോ എന്ന്. അത് ഡെസിഷൻ മേക്കിംഗ് ആയതുകൊണ്ട് ഡെസിഷൻ മേക്കിംഗ് സിമ്പലിന് കൊടുക്കണം. സിമ്പലിനകത്ത് നമ്മൾ കൊടുത്തു നമ്പർ ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആണ്, നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇഫ് നമ്പർ 1 ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ 2 ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? ട്രൂ ആണെങ്കിൽ, അതാണ് ഇവിടെ ചെക്ക് ചെയ്തത്. ട്രൂ ആണെങ്കിൽ വി നീഡ് ടു സെറ്റ് ദ ലാർജസ്റ്റ് ഈക്വൽ ടു നമ്പർ 1. ലാർജസ്റ്റ് നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഫോൾസ് ആണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ 2 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഒരു ഓപ്പറേഷൻ ആണ്, അതുകൊണ്ട് ഇത് റെക്ടാങ്കിൾ ബോക്സിൽ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം. ലാർജസ്റ്റ് ഈസ് നമ്പർ 1 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാം. ഡിസ്പ്ലേ ലാർജസ്റ്റ് ഈസ് നമ്പർ 1 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് റെക്ടാങ്കിൾ ബോക്സിലല്ല കൊടുക്കേണ്ടത്, പാരലോഗ്രാം ബോക്സിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് രണ്ട് ഡയഗ്രാംസ് കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ഈ കേസിൽ ഒരു ഡയഗ്രാം കൂടുതൽ. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ഡിസ്പ്ലേ ഇവിടെ ഒറ്റ ഡിസ്പ്ലേ കൊടുക്കുന്നുള്ളൂ. ഈ 2 സ്റ്റെപ്പിൽ നിന്നും ഒരു ഡിസ്പ്ലേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയല്ലാതെ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ട്രൂ ആണെങ്കിൽ ലാർജസ്റ്റിലേക്ക് നമ്പർ 1 സെറ്റ് ചെയ്തു. ഇവിടെ ഫോൾസ് ആണെങ്കിൽ ലാർജസ്റ്റിലേക്ക് നമ്പർ 2 സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ 2 സ്റ്റെപ്പും വരുന്നത് ഈ ഡിസ്പ്ലേ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ ബോക്സിലേക്കാണ്. അവിടെയാണ് ഡിസ്പ്ലേ ആയതുകൊണ്ട് അത് പാരലോഗ്രാം സിമ്പലിലാണ് കൊടുക്കുന്നത്. ഫൈനലി സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്രേറ്റസ്റ്റ് എമംഗ് 3 നമ്പേഴ്സിൻ്റെ വരുവാണെങ്കിലും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. ഇവിടെ ഒരു ഡിഫറെൻറ്റ് ലോജിക്കാണ് ഈ ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് നോക്കാം. സോ സ്റ്റാർട്ട് ചെയ്തു. 3 നമ്പേഴ്സ് റീഡ് ചെയ്തു. ഓക്കെ, റീഡ് ചെയ്യുമ്പോൾ പാരലോഗ്രാം സിമ്പൽ ആണ്. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്, എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കി. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ എസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകും. എന്നിട്ട് മാക്സ് എന്ന് പറയുന്നതിലേക്ക് എ അസൈൻ ചെയ്തു. എ ആണ് വലുതെങ്കിൽ മാക്സിലേക്ക് എ അസൈൻ ചെയ്തു. ഇനി അല്ല, എ അല്ല വലുതെങ്കിൽ മാക്സിലേക്ക് ബി അസൈൻ ചെയ്തു. എന്നിട്ട് 3ാമത്തെ നമ്പറുമായിട്ട് ഈ മാക്സ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സോ ഈ 2 കേസിലും ഈ സ്റ്റെപ്പിലേക്ക് വരും. ഈ വരുന്ന സ്റ്റെപ്പിലും ഇങ്ങോട്ട് വരും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഈ സെയിം സ്റ്റെപ്പിലേക്കാണ് വരുന്നത്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യും. മാക്സ് ഇപ്പോൾ എ ആവാം ബി ആവാം. മേളത്തെ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് എയോ ബിയോ ആവാം മാക്സിൽ. സോ മാക്സിലുള്ള എന്താണോ അത് സീനേക്കാളും ഗ്രേറ്റർ ആണെന്ന് നോക്കി. എന്നിട്ട് സീനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മുടെ മാക്സ് ആണ് വലുതെന്ന് പ്രിന്റ് ചെയ്യുന്നു. അല്ല എന്നുണ്ടെങ്കിൽ സി ആണ് വലുതെന്ന് പ്രിന്റ് ചെയ്യുന്നു. സോ പ്രിന്റ് സി. ഓക്കെ, സോ ഇഫ് മാക്സ് ഇസ് ഗ്രേറ്റർ ദാൻ സി, പ്രിന്റ് മാക്സ്. ഇഫ് നോട്ട്, പ്രിന്റ് സി. ഓക്കെ, സോ ദെൻ സ്റ്റോപ്പ്. അപ്പോൾ പ്രിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. പാരലോഗ്രാം സിമ്പലിലാണ് പ്രിന്റിങ്ങും റീഡിങ്ങും കൊടുത്തിരിക്കുന്നത്. ബാക്കി ഓപ്പറേഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ മാക്സ് ഈക്വൽ ടു എന്നൊക്കെ അസൈൻ ചെയ്തിരിക്കുന്നത് റെക്ടാങ്കിൾ സിമ്പലിലാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫ്ലോ ചാർട്ട് ഫോർ ഫൈൻഡിങ് ദ ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ്. Next we will see
an iterative control structure example. Iterative എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. ഈ സെയിം എക്സാമ്പിൾ നമ്മൾ അൽഗോരിതത്തിൽ കണ്ടതാണ്. സോ അതിന് ലോജിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് n നമ്പേഴ്സിന്റെ സമ്മാണ് കാണേണ്ടത്. സോ n എന്ന് പറയുന്ന വാല്യൂ നമ്മൾ യൂസറിൽ നിന്ന് റീഡ് ചെയ്യണം. സോ നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 തൊട്ടാണ്. n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണണമെന്നുണ്ടെങ്കിൽ 1 തൊട്ട് n വരെയുള്ള വാല്യൂസ്, n 5 ആണെങ്കിൽ 1 തൊട്ട് 5 വരെയുള്ള വാല്യൂസിന്റെ സമ്മാണ് കാണേണ്ടത്. സോ 1 എന്നുള്ള വാല്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ 1 ആയിട്ട് 1 എന്ന് പറഞ്ഞ വാല്യൂ ഒരു വേരിയബിളിൽ ഇനീഷ്യലൈസ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തിരുന്നു i എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ 1 ഇനീഷ്യലൈസ് ചെയ്തിരുന്നു. അതുപോലെ സം കാണാൻ വേണ്ടിയിട്ട് സം എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യണം. അതിനകത്ത് നമ്മൾ ഇനീഷ്യലി 0 ആയിട്ട് സെറ്റ് ചെയ്തു. എന്തിനായിരുന്നു 0 ആയിട്ട് സെറ്റ് ചെയ്തത്? നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സം ചെയ്ത് കിട്ടുന്ന 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിന് സം ചെയ്ത് കിട്ടുന്ന വാല്യൂ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഫ് വി ഹാവ് നോട്ട് അസൈൻഡ് ഇറ്റ് as 0, some unwanted value will be there in this variable sum and we will get a inaccurate value. Okay, so in order to avoid that we do this assignment. Okay, so first നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാരലൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ റെക്ടാങ്കിൾ സിമ്പിൾ വിത്ത് റൗണ്ടഡ് എൻഡ്സ്. ഓക്കെ, ടെർമിനൽ സിമ്പിൾ ആണ് സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് റീഡ് ചെയ്യണം, എന്നിന്റെ വാല്യൂ റീഡ് ചെയ്യണം. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ പാരലോഗ്രാം സിമ്പിളിൽ യൂസ് ചെയ്യുക, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുമായിട്ട്. സോ റീഡ് ചെയ്തു, എന്നിന്റെ വാല്യൂ റീഡ് ചെയ്തു. പിന്നെ നമ്മളൊരു ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. സോ അവിടെ ഒരു അസൈൻമെന്റ് ഓപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ട് ആ രണ്ട് അസൈൻമെന്റ് ഓപ്പറേഷൻസും ഇവിടെ ഒന്നിച്ച് എഴുതാം അല്ലെങ്കിൽ രണ്ടായിട്ട് എഴുതാം. എനിവേ സെയിം സിമ്പിൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റെക്ടാങ്കിൾ സിമ്പിൾ. സെയിം റെക്ടാങ്കിൾ സിമ്പിളിൽ നമ്മൾ ഈ രണ്ട് അസൈൻമെന്റ്സും ഒന്നിച്ചു കൊടുത്തു. സെറ്റ് സം ഈക്വൽ ടു 0, i is equal to 1 ഒന്നിച്ചു കൊടുക്കും. ഒന്നിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, രണ്ടായിട്ട് കൊടുക്കാം. കാരണം സെയിം സിമ്പിളും കോൺസിക്യൂട്ടീവ് ഓപ്പറേഷൻസും ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ സം കാണുവാണ്. സം കാണാൻ വേണ്ടി സം ഈസ് ഈക്വൽ ടു സം പ്ലസ് i. അപ്പോൾ ഐൻ്റെ വാല്യൂ ഇനീഷ്യലി 1 ആണ്. സോ സമ്മിലേക്ക് സമ്മിൻ്റെ വാല്യൂ 0 ആണ്. സോ 0 പ്ലസ് 1 എന്ന് കിട്ടും. എന്നിട്ട് i ഇൻക്രിമെന്റ് ചെയ്യണം. എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. എപ്പോൾ വരെ റിപ്പീറ്റ് ചെയ്യണം? കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഐൻ്റെ വാല്യൂ n+1 ആവുന്നത് വരെ. അപ്പോൾ ഐൻ്റെ വാല്യൂ n+1 ആവുമ്പോഴത്തേക്കും നമ്മുടെ എന്ത് സംഭവിക്കും? ഐൻ്റെ വാല്യൂ n+1 ആവുകയാണെങ്കിൽ, ട്രൂ ആവുകയാണെങ്കിൽ സം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സം എത്രയാണോ സം പ്രിന്റ് ചെയ്യും. അതിൻ്റെ വാല്യൂ n+1 ആയില്ലെങ്കിൽ, അപ്പോൾ 5 ആണ് എന്നിൻ്റെ വാല്യൂ എങ്കിൽ n+1 എന്ന് പറഞ്ഞാൽ 6. അതിൻ്റെ വാല്യൂ 6 ആവുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങോട്ട് പോകും. ഓക്കെ, അതിൻ്റെ വാല്യൂ 6 ആവുകയാണെങ്കിൽ, അതിൻ്റെ വാല്യൂ 6 ആയില്ല എങ്കിൽ ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പോകും. അതായത് വീണ്ടും നമ്മൾ 2 ആണെങ്കിൽ 2ൻ്റെ സം കാണും. ദെൻ വീണ്ടും 3 വന്നു, 3ൻ്റെ സം കണ്ടു. 4 വന്നു, 4ൻ്റെ സം കണ്ടു. ലൈക്ക് ദാറ്റ്. ഓക്കെ, ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് അപ്പം ആദ്യം 1 ആഡ് ചെയ്തു, പിന്നത്തെ സ്റ്റെപ്പിൽ 2 ആഡ് ചെയ്തു, പിന്നത്തെ സ്റ്റെപ്പിൽ 3 ആഡ് ചെയ്തു, പിന്നത്തെ സ്റ്റെപ്പിൽ 4 ആഡ് ചെയ്തു, പിന്നത്തെ സ്റ്റെപ്പിൽ 5 ആഡ് ചെയ്തു. ഓക്കെ, പിന്നത്തെ സ്റ്റെപ്പിൽ വരുമ്പോഴത്തേക്കും കണ്ടീഷൻ തെറ്റും. കണ്ടീഷൻ അവിടെ ട്രൂ ആവും, i is equal to n+1 ആവും. n+1 ആവുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ദാറ്റ് ഈസ് സമ്മ പ്രിന്റ് ചെയ്യും. സോ ഇതിൻ്റെ സമ്മ 15 പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നു. സോ ഇതാണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. സോ ഹോപ്പ് ദിസ് ഈസ് ഓക്കെ. നെക്സ്റ്റ് ഇനി നമ്മൾ അൽഗോരിതത്തിൽ ഞാനൊരു 5 ക്വസ്റ്റ്യൻസ്, അൽഗോരിതത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനകത്ത് ഞാൻ ആ ഒരു 5 ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്ട്രാ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും 5 അൽഗോരിതം എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിന്നിട്ടുണ്ട്. ആ സെയിം ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഫ്ലോ ചാർട്ടും കൂടി ഒന്ന് വരച്ച് നോക്കുക. എളുപ്പമാണ്. അൽഗോരിതം അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. സോ try that, and if you have any doubts you can come to me. Okay, so thank you everyone.